ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന സംഭവം കണ്ടോ. ഇത് എ, ഇത് എഫ്, രണ്ടിടത്തേക്കുള്ളതാണ്. അതിനകത്തൊരു ഡിസൈൻ കണ്ടോ. ഇത് നമ്മുടെ ടൈഡ് ഡിസൈനാണ്, ടെക്സ്റ്റൈൽസിനുള്ളതാണ് കേട്ടോ. ടൈഡ് ഡിസൈൻ കണ്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്ന ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കുന്നുണ്ട് കണ്ടോ. ഇതെല്ലാം നമ്മൾ അടിച്ചു വെച്ചേക്കുക. വൈ അടിച്ചിട്ടുണ്ട്, എല്ലാം അടിച്ചു വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഒരുപാട് ആൾക്കാർ അത് കണ്ടിട്ടുണ്ടാവും കടകളിൽ ഇരിക്കുന്നത്, പക്ഷേ കടകളുടെ ബോർഡിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇത് മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പലർക്കും അറിയില്ല. പലർക്കും ഭൂരിപക്ഷം ആൾക്കാർക്കും അറിയില്ല എങ്ങനെ അതിൻ്റെ മേക്കിംഗ് എന്നുള്ളത്. ഞാൻ മേക്ക് ചെയ്യുന്നത് വെച്ചാൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള ലെറ്ററുകൾ ഉണ്ടാവും. ഇതിപ്പോൾ എളുപ്പമായിരിക്കും, ഇത് എളുപ്പമാണ്. ഇത് ഇച്ചിരി പാടെന്ന് പറയുമ്പം ഇച്ചിരി ഇപ്പോൾ 2 ലെറ്റർ കാണിച്ചു, എയും കാണിച്ചു, 2 എ കാണിച്ചില്ലേ, അതിനൊക്കെ ഇച്ചിരി പാടായിരിക്കും ഇത്. കാരണം നമ്മൾ ഈ ഒരു ലെറ്റർ ഉണ്ടോ വളച്ചു കൊണ്ടുവരണം. അതേപോലെ തന്നെ ഇവിടുന്ന് ഇത് പിന്നെ കുഴപ്പമില്ല, ഈ ഒരു ലൈനും ഈ ലൈനും പ്രശ്നമില്ല. ഇത് രണ്ടും കറക്റ്റ് സമയമായിട്ട് വളച്ചുകൊണ്ടുവരണം. ഈ വളച്ചു കൊണ്ടുവന്ന് കറക്റ്റ് അല്ല എങ്കിൽ നമ്മൾ റിഫ്ലക്ട് അടിക്കുന്ന സമയത്ത് ഇത് കയറി കിടക്കുന്നതായിട്ട് നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റും. അത് ശ്രദ്ധിച്ചോണം. എന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ആ ഒരു പെർഫെക്ഷൻ അത്. അതേപോലെ തന്നെ ഈ ഓ ഉണ്ടോ, ഓയും ഇച്ചിരി പാടാണ്. കറക്റ്റ് വളച്ചു കൊണ്ടുവന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് ചേർപ്പ് കറക്റ്റ് ആക്കണം. കറക്റ്റ് ഇതിനുള്ളിലേയും കണ്ടതൊക്കെ കട്ട് ചെയ്ത് ചേർപ്പ് കറക്റ്റ് ആക്കണം. കണ്ടോ, ഇത് ഇച്ചിരി പാടാണ്. ബി കണ്ടോ, ബിയും ഇച്ചിരി പാടാണ്. കറക്റ്റ് ആ ലെവലിൽ നമ്മൾ കട്ട് ചെയ്ത് കയറ്റണം. ഈ റൗണ്ട് വന്നിട്ട് ഇത് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കെട്ടണം. ചിലർ പീസ് ഇടും, പക്ഷെ ഞാൻ ചെയ്യുന്ന വെച്ചാൽ ഒറ്റ പീസ് തന്നെ. രണ്ടാമതൊരു പീസിനകത്ത് കയർക്കാറില്ല, ഒറ്റ പീസാണ് കയറ്റി കട്ട് ചെയ്തത്. ഇവിടെ ഒറ്റ പീസാണ്, ഇവിടെ എല്ലാവരും ഇല്ല. ചില ആളുകൾ ചിലപ്പോൾ പീസ് അടിച്ചടിച്ച് വരുന്ന സമയത്ത് ഇവിടെ ചിലപ്പം പീസ് എത്തുമ്പോൾ പിന്നെ പീസ് ഇടും, അത് കുഴപ്പമില്ല. ഇതും ഇച്ചിരി പാടുണ്ട്. ഇതും ഒരു ചെറിയ രീതിയിൽ ഇച്ചിരി ബുദ്ധിമുട്ടേണ്ടി വരും. എന്നാൽ ഇത് സുഖം, വളരെ എളുപ്പത്തിൽ ഇത് അടിച്ചെടുക്കാം. കണ്ടോ, നമ്മൾ അടിച്ചെടുത്തേക്കുന്ന ഇതാണ്. ഇത് കണ്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം കഷ്ടപ്പാടില്ലാത്ത പെട്ടെന്ന് അടിച്ചു മാറ്റും. അപ്പം നമുക്ക് പിന്നെ അത് കഴിഞ്ഞ് കഷ്ടപ്പാടുള്ളത് പ്രയാസമുള്ളത് നമുക്ക് അടിച്ച് എടുക്കാൻ ബെൻഡ് എടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പം ഇത്തരം സാധനങ്ങൾ നമുക്ക് മാറ്റി വെക്കാം, കാണിച്ചു തരാം. ഇനി അതേപോലെ തന്നെ അടിപോട്ട് നോക്കിയാണ്ട് ഇങ്ങോട്ട് കാണിച്ചു. ഈ പീസാണ്, ഈ സൈഡിൽ വരുന്ന പീസുകൾ ഇതുണ്ടോ. ഈ പീസാണ് ഈ സൈഡിൽ കാണിച്ചത് കണ്ടോ. ഈ സാധനമാണ് കണ്ടോ. ഈ ബ്ലാക്ക് ഉണ്ടോ, ഈ ബ്ലാക്ക് ഉണ്ട്. ഇത് ഞാൻ തൊലിച്ച് കാണിച്ചത് കണ്ടോ. ഈ പേപ്പർ സ്ക്രാച്ച് ആകാതിരിക്കാൻ വേണ്ടി പേപ്പറായിട്ട് വരുന്നതാണ്. കട്ട് ചെയ്തെടുക്കുന്ന ഒറ്റ ഷീറ്റാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആവശ്യമുണ്ട് എടുക്കാം. ഞാൻ കാണിച്ചു തരാം. ഞാനൊരു ലെറ്റർ ബെൻഡായി കാണിച്ചു തരാം. ഇനി നമുക്കിതിന് വേണ്ട സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതുണ്ട്, ഇത് ഗ്ലൗസ് ആണ്. ഗ്ലൗസ് എന്ന് പറയുമ്പം ഇത് നമ്മൾ ഹീറ്റ് അടിക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് തൊടാനൊക്കെ ഇല്ല, അത്രയും ചൂടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഗ്ലൗസ് ഇട്ടിട്ട് വേണം നമുക്കത് സെറ്റ് ചെയ്യാം. അപ്പോൾ താഴെയായിട്ട് ചലിച്ചിട്ടില്ല, ഇത് കുഴപ്പമില്ല കണ്ടോ. അപ്പം നമുക്ക് ഈ ഗ്ലൗസ് മസ്റ്റായിട്ട് വേണം. ഹീറ്റ് ആകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പീസ് നമ്മൾ ഈ ഒരു പീസ് നമുക്ക് തൊടാൻ ഒക്കത്തില്ല. അപ്പോൾ അതിന് നമ്മൾ എളുപ്പമുള്ള മാർഗ്ഗമായിട്ട് കാണുന്ന ഇതാണ്. ഈ ഗ്ലൗസ് അങ്ങോട്ട് ഇടുമ്പം ആ ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയും. ഒന്ന്. രണ്ടാമത് പിന്നെ നമുക്ക് വേണ്ട സൂപ്പർ ഗ്ലൂ ആണ് വേണ്ടത്. സൂപ്പർ ഗ്ലൂ വളയ്ക്കുന്ന അനുസരിച്ച് നമ്മൾ ഇതുകൊണ്ട് ടച്ച് ആയിക്കൊണ്ടേയിരിക്കണം. പിന്നെ ടച്ച് ആകുമ്പോൾ പടർന്ന് നമുക്ക് പരന്നോളും. അത് കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് നമ്മൾ അടിച്ചോളണം സൂപ്പർ ഗ്ലൂ. പിന്നെ നമുക്ക് ഹീറ്റർ വേണം, ഹീറ്റ് ചെയ്തിട്ട് ബെൻഡാക്കാൻ. കണ്ടോ, ഇത് നമുക്കൊരു അബദ്ധം പറ്റിപ്പോയി, ഒന്ന് വളഞ്ഞു പോയി, ഹീറ്റ് ഓവറായി ഒന്ന് വളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ഹീറ്റ് ആക്കിയിട്ട് ഈ ഒരു പോർഷൻ, അതായത് ഈ പോർഷനൊക്കെ ഒന്ന് വളഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് വെച്ചിട്ട് പഞ്ച് ചെയ്ത് കറക്റ്റ് ലെവലിൽ ആക്കിയെടുക്കാം. ഈ ലെവലിൽ ആക്കി നമുക്ക് എടുക്കാം. ഇപ്പോൾ ഹീറ്റ് ഓവറായി പോയാൽ അങ്ങനെയുണ്ട്. ഇനി ഇത് കണ്ടോ, ഇത് കടിച്ചു പിടിച്ച് നമുക്ക് ബെൻഡാക്കുന്നത്. ഈ സാധനം കോണറൊക്കെ ഉണ്ടോ, ഈ കാണുന്ന കോണറൊക്കെ ഉണ്ടോ, ഇതൊക്കെ ഇത് വെച്ചിട്ട് ഹീറ്റായി പിടിച്ചിട്ട് കറക്റ്റ് നമ്മൾ ആ മീറ്ററിൽ കറക്റ്റ് ആ സ്കെയിലിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് പിടിച്ചുകൊണ്ടിരുന്നാൽ അത് കറക്റ്റായിട്ട് നമുക്ക് വളർത്തിയെടുക്കാം കണ്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇനി നമുക്ക് ഒരെണ്ണം മേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണുക. കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇനി ഒരു കാര്യം കാണിച്ചു തരാം. ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടോ. ഇതിപ്പം ഇതിൻ്റെ ബാക്കിലെ ഫോം ഷീറ്റാണ്. ഈ ഫോം ഷീറ്റ് നമ്മളിത് കട്ട് ചെയ്തിട്ട് അത് എത്ര തിക്നെസ്സാണ് വേണ്ട, എത്ര ഇഞ്ച് വേണം. ഇപ്പം ഞാൻ 1 ഇഞ്ച് എടുത്തേക്കട്ടെ. ഇത് 1 ഇഞ്ച്. ആ 1 ഇഞ്ചിൻ്റെ ക്യാപ്പ് നമ്മൾ കട്ട് ചെയ്തേക്ക്. ഫോം ഷീറ്റാണ് കണ്ടോ. 3mm ആണ്, 4mm ആണ്. പല രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള ഇടാം. എന്നാലും ഞാൻ കുറച്ചും കൂടി ഇട്ടേക്കുന്നത് വെച്ചാൽ എൻ്റെ ഒരു രീതിക്ക് പെട്ടെന്ന് ഫ്ലെക്സിബിൾ ആയിട്ട് വളഞ്ഞു വരാനാണെങ്കിൽ 3mm ആണ് ഇട്ടേക്കുന്നത്. അപ്പോൾ 3mm തിക്നെസ് ആണ് കൊടുത്തേക്കുന്നത്. അത് ഇത് കണ്ട നമ്മൾ ഇതിനകത്തേക്കാണ് LED ഒക്കെ പിടിപ്പിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിട്ട് അടയ്ക്കും. കണ്ടോ, ഇതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, അടപ്പുണ്ടോ, കണ്ടോ. ഇതിനില്ല, ഇതിന് നമ്മൾ ഇനി സെറ്റ് ആക്കണം. ഇതിന് ഫോം കട്ട് ചെയ്ത് നമ്മളിത് സെറ്റ് ആക്കണം. കണ്ടോ. അപ്പോൾ നമുക്ക് അധികം സംസാരിച്ച സമയം വേണ്ട, വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ എണ്ണ എടുത്തിട്ട് നമ്മൾ ഒരു പോർഷൻ ഈ പേപ്പർ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടോ കേട്ടോ. അത് പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, നിങ്ങളാരും ചെയ്യുന്ന സമയത്ത് ഇത് മനസ്സിലാത്തത്. അപ്പോൾ ഈ പേപ്പർ നമ്മൾ ആദ്യം കളയണം, ഇളക്കി കളയണം. കണ്ടോ,
എന്താ ഇവിടെ ഇളക്കരുത്. ഇവിടെ ഇളക്കാൻ നമ്മൾ കൊണ്ട് വെച്ച് സെറ്റ് ചെയ്യുന്ന സമയത്ത് ബോഡി കയറ്റുന്ന സമയത്ത് നമ്മൾ ഇളക്കുക. ഇപ്പം ഇത് പിന്നെ ഇളക്കിയാൽ സ്ക്രാച്ചോ വല്ല മീൻ പിന്നെ അത് റിഫ്ലക്റ്റ് ആയിട്ട് നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ വെട്ടം അടിക്കുന്ന സമയത്ത് ആ ഒരു വരയോ പോയിന്റുകളൊക്കെ കാണിക്കും. അപ്പം അതൊരു വിഷയമല്ല. ഒത്തിരി ലെറ്ററിനിടയ്ക്ക് ഒരു ലെറ്ററിന് ചെറിയ സ്ക്രാച്ച് ഒക്കെ വരാറുണ്ട്, സ്വാഭാവികമാണ്. അത് എത്ര വലിയ ആളടിച്ചെന്ന് പറഞ്ഞാലും ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം ഇവിടെ നമ്മൾ മാക്സിമം ആ ഒരു പ്രശ്നങ്ങൾ നിർത്തിക്കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കണ്ടു നോക്കാം, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പറ്റില്ല ഈ 2 മടക്ക് കണ്ടോ, ഈ 2 മടക്കിലേക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യണം. അത് നമ്മൾ ചെയ്യാൻ പോകാൻ ഇതങ്ങ് തൊലിക്കാൻ പോകണം. അല്ല നമുക്ക് ചെറുതെടുക്കൊണ്ട് ചെറുതെടുക്കാം. കട്ടിങ് വരും. മാക്സിമം അറേഞ്ച് ചെയ്ത രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അത് നമ്മൾ ഈ സാധനം താഴ്ത്തും. അപ്പോൾ ആവശ്യമില്ലാത്ത കട്ട് ചെയ്യണം. छोटे छोटे എടുത്തത് അപ്പം നമ്മൾ അടിച്ചു കഴിഞ്ഞിരിക്കുന്നത് കണ്ടു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഫോം ബോർഡൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, അതുകൊണ്ടാണ് വെട്ടം അടിച്ചിട്ട് റിഫ്ലക്റ്റ് ആകും. ഈ ഒരു പോർഷൻ ബ്ലാങ്ക് ആണ്. ഇത് ബ്ലാങ്ക്, ഇവിടുന്ന് വെട്ടം പ്രൊജക്റ്റ് ആകത്തില്ല, സ്പ്രെഡ് ആകത്തില്ല. അപ്പോൾ ആ വെട്ടം കൂടി ഇതിനകത്ത് തിക്കാറ്റാണ് കുറച്ചുകൂടെ വെട്ടം ബ്ലാക്ക് ഇട്ടു. ചിലർ ചെയ്യുന്നത് വെച്ചാൽ ഈ ബ്ലാക്ക് ഈ ഫ്രണ്ട് അടിക്കും, ഈ വൈറ്റ് എന്നിട്ട് വൈറ്റ് ഇവിടെ അടിക്കും. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ബ്ലറായിട്ട് ഇവിടെ സ്പ്രെഡ് ആകും. ഷട്ടിപൊളി ഉണ്ടാക്കാൻ അത് സ്റ്റൈലാണ്. ഈ ബ്ലാക്ക് ഇവിടെ വന്നിട്ട് ഇതിപ്പോൾ വൈറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ബ്ലാക്ക് ഇവിടെ വന്നിട്ട് വൈറ്റ് ഈ പോർഷനിൽ വരണം. അപ്പോൾ എന്ന് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ഇവിടെ ഇരുട്ടും സൈഡിലേക്ക് സ്പ്രെഡ് ആകുന്നത് അടിപൊളിയാണ്. അപ്പം ഓക്കെ, ചാനൽ മറക്കണ്ട. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും ഷെയർ ചെയ്യാൻ വലിയ ഒരു സംഭവമൊന്നുമല്ല, എന്നാലും അറിയാൻ പറ്റുന്നുണ്ടല്ലോ. ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ പറയുന്നത്. അത് മറക്കണ്ട. ഓക്കെ, ബൈ, പ്ലീസ്.